ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വെക്കേഷനൊരു കുമരകത്ത് പോയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിനായി ഞാനൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മനോർ ബാക്ക് വാട്ടർ റിസോർട്ടാണ്. അപ്പോൾ അതിലെ കാര്യങ്ങളും കുമരകത്ത് എന്തൊക്കെ കാഴ്ചയുണ്ട് അതെല്ലാമാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ആരെങ്കിലും ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇന്ന് പോയ ഒരു വെക്കേഷനാണ്, അതായത് ക്രിസ്മസ് വെക്കേഷനാണ് ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. റിസോർട്ടിൽ വലിയ തിരക്കില്ല, പക്ഷേ നമ്മുടെ ഏരിയയിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് റിസോർട്ടിലെ നമ്മുടെ റൂമിലൊരു ഭാഗമാണ് കേട്ടോ. റൂമിൽ നിന്ന് നോക്കിയാൽ കായലിൻ്റെ തൊട്ടരികത്താണ് റിസോർട്ട്. നമുക്കതിൽ ഹൗസ് ബോട്ടുകളും സാധാരണ ബോട്ടുകളൊക്കെ പോകുന്നത് കാണാം. നമ്മുടെ റിസോർട്ടിൽ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്, കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം ആഴമുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ടൊക്കെ കുട്ടികളെ ഇറക്കാം. അപ്പോൾ ഇതുപോലെ ട്രിപ്പ് പോകുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ഇന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് പാതിരാമണൽ ദ്വീപ് ഐലൻഡ്, പിന്നെ അതുപോലെ നമ്മൾ തണ്ണീർമുക്കം ബണ്ട് കണ്ടു. അതുപോലെ തന്നെ ഒരു ബീച്ച്, അതിനെക്കുറിച്ചൊക്കെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഏകദേശം ഇതിപ്പോൾ ഒരു 3 മണിക്ക് ശേഷമാണ് ബോട്ട് യാത്ര തുടങ്ങിയത്. നമുക്ക് സൺസെറ്റൊക്കെ കാണാൻ പറ്റും. നമുക്കൊരു 3 മണിക്കൂറാണ് ഞങ്ങൾ ബോട്ടിൽ യാത്ര ചെയ്തത്. 3 മണിക്കൂറിന് 1200 രൂപ വെച്ചിട്ടാണ്. ഷിക്കാറാണ് ഇത്, ഹൗസ് ബോട്ടല്ല, ഷിക്കാർ ബോട്ടാണ്. നമുക്ക് ഓപ്പണായിട്ട് നമുക്ക് വ്യൂ ഒക്കെ നന്നായി കാണാൻ പറ്റുന്ന ഒരു ബോട്ടാണ് എടുത്തത്. അപ്പം നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. 3 മണിക്കൂറിന് 3600 രൂപ റേറ്റ് വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഓരോ ബോട്ടിനനുസരിച്ച് മാറ്റം വന്നേക്കാം. അപ്പോൾ ഞങ്ങൾ ഒരു 10-12 പേരുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കുട്ടികളും വലിയ ആൾക്കാരും കൂടെ ഒരു 15ഓളം പേര് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു ബോട്ടാണ് എടുത്തത്. അപ്പോൾ കായലിലേക്ക് പോകുന്തോറും അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടെന്ന് വെച്ചാൽ ഹൗസ് ബോട്ടുകൾ കാണാം. അതുപോലെ നല്ല കാറ്റുണ്ട്. പിന്നെ ഒരു സൈഡ് മുഴുവനായിട്ട് പായൽ പിടിച്ച പോലെയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, കുറച്ചൊന്നുമല്ല, ഒരുപാടുണ്ട്. നല്ല ഭംഗിയുണ്ട്. നമുക്ക് നോക്കത്താ ദൂരത്ത് കാണില്ലേ, അത്രയും ദൂരത്ത് നമുക്ക് കാണുന്നുണ്ട്. അത്രയും ഭംഗി, അത്രയും രസം. ഇതിപ്പോൾ 4-4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസെറ്റ്, സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്ന ഒരു സമയം, നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ ഈ ഷിക്കാർ ബോട്ടിൽ പാട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ സിനിമ പാട്ടുകളും കേട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ അത്രയും സുഖമുണ്ട്. ഒരുപാട് ഫോറിനേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തൊക്കെ വേറെ ബോട്ടുകൾ പോകുമ്പോൾ ഇങ്ങനെ തിരമാല പോലെ വന്നടിക്കാറുണ്ട് നമ്മുടെ ബോട്ടിലേക്ക് വെള്ളം. അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് പാതിരാമണൽ ഐലൻഡ്. ഇതാണ് പാതിരാമണൽ ഐലൻഡ് കേട്ടോ. ഏകദേശം 87 ഏക്കർ എന്നാണ് ഞാൻ അറിഞ്ഞത്. അത്രയും വിസ്തൃതിയുള്ള ഒരു ഏരിയയാണ്. അതിലേക്കാണ് ഞാൻ പോകുന്നത്. ഇതിന് ടിക്കറ്റ് ഉണ്ട്. ആൾക്ക് 25 രൂപ വെച്ചിട്ടാണ് ടിക്കറ്റ്. അപ്പോൾ കുട്ടികൾക്കുള്ള ടിക്കറ്റും ഉണ്ട്. ഓക്കെ, വലിയവർക്ക് 25 തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ അതാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഐലൻഡിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. നിറയെ വിസിറ്റേഴ്സ് അതിലുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ടിക്കറ്റിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഐലൻഡിലേക്ക് കിടക്കാം. പാതിരാമണൽ കുലുക്കി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ ഫ്രണ്ടിൽ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. ചായ കിട്ടും, നമുക്ക് സ്നാക്സൊക്കെ കിട്ടും കേട്ടോ. അത്യാവശ്യം നല്ല നമുക്ക് കുഴപ്പമില്ലാത്ത പഴംപൊരി അങ്ങനെയുള്ളതൊക്കെ കിട്ടും. അപ്പോൾ അതിനകത്ത് കയറും തോറും ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ കുഴികൾ പോലെ, അത് എന്താണെന്ന് എനിക്കറിയില്ല, കുഴികൾ, അതിൽ വെള്ളമുണ്ട്. ഇതിൽ കുട്ടികൾ മീൻ പിടിക്കുന്നതും കണ്ടിട്ടുണ്ട്. മീൻ കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. കാണുമ്പോൾ സൈലൻ്റായി കിടക്കുന്നുണ്ട്, നമുക്കതിൻ്റെ ആഴം അറിയില്ല. പിന്നെ ഈ ഐലൻഡിൽ ഒരുപാട് ഉടുമ്പുണ്ട്, നിറയെ ഉണ്ട് ഉടുമ്പ്. ഇതാ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും, ഉടുമ്പുകൾ നിറയുണ്ട്. ഇതാ മീൻ പിടിക്കുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഉടുമ്പുകൾ ഉണ്ട് എന്നാണ് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കണ്ടു. വലിയ അത്രയേ ഉള്ളൂ കേട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ട്രീ ഹൗസ് ഉണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും അവിടെ ഇല്ല. നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട്, നമുക്ക് അതിലൊക്കെ പോവാം. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഏകദേശം 5-5:30 ആയിട്ടുണ്ട്. സൺസെറ്റൊക്കെ ആയി വരുന്നു. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നല്ല ഭംഗിയുണ്ട്. വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ, നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം.
ആലപ്പുഴയുടെയും കോട്ടയത്തിൻ്റെയും ബോർഡറിലുള്ള പ്ലേസാണ് കുമരകം. അപ്പം നമ്മൾ ഈ പാതിരാമണൽ ഐലൻഡൊക്കെ ആലപ്പുഴ എന്നാണ് അതിൽ ബോർഡ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരുപാട് ഹൗസ് ബോട്ടുകൾ കാണാം. വരുന്ന സമയത്ത് ഒരുപാട് ബോട്ടുകൾ കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കാണിച്ചതേ ഉള്ളൂ. പിന്നെ വരുന്ന സമയത്ത് ഞാനൊരു കുറച്ച് മരങ്ങൾ കണ്ടു. അതിൽ മുഴുവൻ കൊക്കായിരുന്നു. നിറയെ പക്ഷികൾ വന്ന്, കൊക്ക് മാത്രമല്ല കേട്ടോ, കുറേ പക്ഷികളുണ്ട്. എൻ്റെ ക്യാമറയിൽ അത്ര ക്ലാരിറ്റി കുറവായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. നല്ല ഫോണാണെങ്കിൽ നന്നായി കാണുമായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊന്ന് കാണിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ 6 മണിക്ക് തിരിച്ച് വന്നു കേട്ടോ. പിന്നെ ഇത് അടുത്ത ദിവസത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റിസോർട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ലാഭം തന്നെയാണ്. 10-15 പേർക്കൊക്കെ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അത്രയും റേറ്റ് ആവുമല്ലോ. അപ്പവും അതുപോലെ തന്നെ പുട്ട്, പഴം, മുട്ടക്കറി, അങ്ങനെ ഇഷ്ടു അതെല്ലാം ഉണ്ട് കേട്ടോ. ഇഷ്ടു മീൻസ് വെജിറ്റബിൾ സ്റ്റൂ, അതെല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പിന്നെ ചായ, കാപ്പി എന്ത് വേണമെങ്കിലും അവർ തരും, നമുക്ക് വേണ്ടത് അവർ വെച്ച് തരും. അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇനി നമ്മൾ പോകുന്നത് തണ്ണീർമുക്കം ബണ്ടാണ്. തണ്ണീർമുക്കം, സോറി, ചെറിയ പ്രൊണൗൺസിയേഷൻ്റെ വ്യത്യാസമുണ്ട്. തണ്ണീർമുക്കം ബണ്ടാണ്. അതിലേക്കാണ് നമ്മളിനി പോകുന്നത് കേട്ടോ. അത് നമുക്ക് കാണാം. ഐ ലവ് തണ്ണീർമുക്കം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു 12 മണിയൊക്കെ ആയി. ആൾക്കാരാരുമില്ല, ഒഴിഞ്ഞു കിടക്കായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത ഞങ്ങൾ അറിഞ്ഞത് ഒരു സൈഡ് കടൽ വെള്ളവും ഒരു സൈഡ് നമ്മുടെ കായൽ, അതായത് ഒരു സൈഡ് ഉപ്പ് വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാലം കാണുന്നുണ്ടല്ലോ, ആ പാലത്തിൻ്റെ അടിയിലൂടെ ഒരു ബോർഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്, വെള്ളം ഇങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് തണ്ണീർമുക്കം, പ്രത്യേകിച്ചൊന്നുമില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി മാരാരി ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ. ആലപ്പുഴയിലുള്ള മാരാരി ബീച്ചിലേക്കാണ് പോകുന്നത്. ഇവിടെ തന്നെ നല്ല വ്യൂ ഉണ്ട്. കുറേ ചെയറുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു അമ്പർല, വെയിലടിക്കാതിരിക്കാനുള്ളതൊക്കെ ഉണ്ട്. അതിന് 100 രൂപ ചാർജ് ചെയ്യുന്നുണ്ട് ഒരു മണിക്കൂറിന് ഇരിക്കാനായിട്ട്. 2 ചെയർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 100 രൂപ വെച്ച് നമ്മൾ മണിക്കൂറിന് കൊടുക്കേണ്ടി വരും. ഒരുപാട് ഫോറിനേഴ്സൊക്കെ വന്ന് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളും ഉപയോഗിച്ചു, കാരണം വെയിൽ തിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നല്ല രസമായിരുന്നു. അതിലിരുന്ന് നമുക്ക് കാഴ്ചകൾ കാണാൻ നല്ല രസമായിരുന്നു. നല്ല കാറ്റുണ്ട്, നല്ല രസമായിരുന്നു കേട്ടോ. അതെന്തായാലും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ 100 രൂപയുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ 100 രൂപ ചിലവായാൽ പോലും നമുക്ക് വെയിൽ കൊള്ളാതെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പം നല്ലൊരു വ്യൂ ആയിരുന്നു. അപ്പം അത്യാവശ്യം നല്ല ട്രിപ്പ് തന്നെയായിരുന്നു. പിന്നെ കോട്ടയത്തുള്ള ബേർഡ് സാങ്ച്വറി ഉണ്ട്. അത് പക്ഷേ മെയിൻ്റനൻസ് കാരണം പൂട്ടിക്കിടക്കുമായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ 3 സ്ഥലത്താണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ ഇത് ആരെങ്കിലും ട്രാവൽ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ.